നമസ്കാരം. അന്നപൂർണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആരും പറയാത്ത കഥ അല്ലെങ്കിൽ അധികം പ്രചാരമില്ലാത്ത കഥകൾ, പുരാണ കഥകളിലെ മൂന്നാമത്തെ സെഗ്മെൻറ്റാണ്, മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് കുറിച്ചൊരു വലിയ കഥയാണ്, വീഡിയോ രൂപത്തിലാണ് ഇന്നത്തെ കഥ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൈലാസത്തിൽ അന്ന് പതിവില്ലാത്തൊരു നിശബ്ദതയായിരുന്നു. മഹാദേവൻ ധ്യാനത്തിലായിരുന്നു. പാർവതി ദേവി മാത്രം കൈലാസത്തിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ദേവിയുടെ കണ്ണുകൾ ഭൂമിയിലേക്ക് പതിഞ്ഞു. ഒരു ചെറിയ ഗ്രാമം, അവിടെ പഴയ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ദേവിയുടെ ഒരു ചെറിയ വിഗ്രഹവും. പക്ഷേ ആ ക്ഷേത്രത്തിൽ ദിവസങ്ങളായി ആരും വിളക്ക് തെളിയിച്ചിരുന്നില്ല. ദേവി അത്ഭുതപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? അവൾ മഹാദേവനോട് ചോദിച്ചു. ദേവൻ കണ്ണു തുറന്ന് പാർവതി ദേവിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഭക്തി ഇല്ലാതായിട്ടില്ല ദേവി, പക്ഷേ ഭക്തിയുടെ യഥാർത്ഥ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. ദേവി പാർവതി ചോദിച്ചു, അതെങ്ങനെ? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നീ തന്നെ പോയി കണ്ടുവരൂ. ആ വാക്കുകൾ കേട്ടതോടെ പാർവതി ദേവി ഒരു വയസ്സായ സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു. കയ്യിലൊരു ചെറിയ വടി, പഴയ വസ്ത്രം, മുഖത്ത് ക്ഷീണം. അങ്ങനെ അവൾ ആ ഗ്രാമത്തിൽ നടന്നു. ഗ്രാമത്തിലെത്തിയപ്പോൾ അവൾ ആദ്യം കണ്ടത് ഒരു വലിയ വീടായിരുന്നു. വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിച്ചു, അമ്മേ, കുറച്ച് വെള്ളം കിട്ടുമോ? വീട്ടിലുള്ള സ്ത്രീ വാതിൽ തുറന്നു. വൃദ്ധയെ കണ്ടപ്പോൾ അവർ മുഖം ചുളിച്ചു. ഇവിടെ ഒന്നുമില്ല, വേറെ വീട്ടിൽ ചോദിക്കൂ. വാതിലടഞ്ഞു. ദേവി പാർവതി ഒന്നും മിണ്ടിയില്ല. ദേവി അടുത്ത വീട്ടിലേക്ക് പോയി. അവിടെയും അതേ മറുപടി. മൂന്നാമത്തെ വീട്ടിലും നാലാമത്തെ വീട്ടിലും ഒന്നും തന്നെ ദേവിക്ക് വെള്ളം കിട്ടിയില്ല. പക്ഷെ ഗ്രാമത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കുടിൽ ഉണ്ടായിരുന്നു. അവിടെ ദരിദ്രയായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു താമസം. അവളുടെ കയ്യിൽ അന്നത്തെ ഭക്ഷണമായി ഉണ്ടായിരുന്ന ഒരു ചെറിയ കഷ്ണം കഞ്ഞിയും കുറച്ച് ചോറും മാത്രമായിരുന്നു. വൃദ്ധ വെള്ളം ചോദിച്ചപ്പോൾ പെൺകുട്ടി ഉടനെ വെള്ളം കൊണ്ടുവന്നു. അമ്മേ, വെള്ളം കുടിക്കൂ, വൃദ്ധ പറഞ്ഞു. മോളെ, നിനക്ക് ഭക്ഷണമുണ്ടോ? പെൺകുട്ടി ചോദിച്ചു അമ്മയോട്. ഉണ്ട് അമ്മേ, എങ്കിൽ എനിക്കും കുറച്ച് തരുമോ? പെൺകുട്ടി ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. തൻ്റെ പാത്രത്തിലെ ഭക്ഷണം രണ്ടായി പകർത്ത് വൃദ്ധയ്ക്ക് നൽകി. വൃദ്ധ ഭക്ഷണം കഴിച്ചു. പിന്നെ അവൾ ചോദിച്ചു, മോളെ, നിനക്ക് എന്നെ അറിയാമോ? പെൺകുട്ടി പറഞ്ഞു, ഇല്ല അമ്മേ. എങ്കിൽ എന്തിനാണ് നിന്റെ ഭക്ഷണം എനിക്ക് തന്നത്? പെൺകുട്ടി പറഞ്ഞു, വിശക്കുന്ന ഒരാളെ കണ്ടാൽ ആദ്യം അയാളുടെ വിശപ്പാണ് കാണേണ്ടത്, അയാൾ ആരാണെന്നല്ല. ആ മറുപടി കേട്ടപ്പോൾ വൃദ്ധയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. പെട്ടെന്ന് കുടിലിനുള്ളിൽ ഒരു പ്രകാശം വരുന്നു. പെൺകുട്ടി പേടിച്ച് പിന്നിലേക്ക് മാറി. അവളുടെ മുന്നിൽ നിന്നിരുന്ന വൃദ്ധയുടെ രൂപം മാറി തുടങ്ങി. വെളുത്ത പ്രകാശത്തിനുള്ളിൽ അവൾ കണ്ടത് ഒരു സാധാരണ വൃദ്ധയല്ല. കയ്യിൽ താമര, നെറ്റിയിൽ ചന്ദ്രകല, മുഖത്ത് ദിവ്യമായ പുഞ്ചിരി. അത് ദേവി പാർവതിയായിരുന്നു. പെൺകുട്ടി ഭയത്തോടുകൂടി നിലത്ത് വീണു. അമ്മേ, ദേവി അവളെ എഴുന്നേൽപ്പിച്ചു. ഭയപ്പെടേണ്ട മകളെ, പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അമ്മേ, ഞാൻ ചെയ്തതിൽ എന്താണ് വലിയ കാര്യം? ദേവി പറഞ്ഞു, നിനക്കുണ്ടായിരുന്നത് വളരെ കുറവായിരുന്നു, എന്നിട്ടും അതിൽ നിന്ന് നീ എനിക്കൊരു പങ്ക് തന്നു. അതാണ് ഏറ്റവും വലിയ പൂജ. അപ്പോഴാണ് പുറത്തുനിന്ന് ഗ്രാമത്തിലെ ആളുകൾ ഓടിയെത്തിയത്. കുടിലിൽ നിന്ന് വരുന്ന പ്രകാശം അവർ കണ്ടിരുന്നു. എല്ലാവരും ദേവിയുടെ മുന്നിൽ വീണു. അവർ ക്ഷമ ചോദിച്ചു. പക്ഷേ ദേവി ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവർ അവരോട് ഒരു കാര്യം മാത്രം ചോദിച്ചു. എന്നെ തേടി നിങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നു, പക്ഷേ നിങ്ങളുടെ വാതിൽക്കൽ വന്ന എന്നെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല? ആരും മറുപടി പറഞ്ഞില്ല. ദേവി തുടർന്നു, വിഗ്രഹത്തിൽ എന്നെ കാണുന്നത് എളുപ്പമാണ്, പക്ഷേ വിശക്കുന്നവനിലും കരയുന്നവനിലും സഹായം ചോദിക്കുന്നവനിലും എന്നെ കാണാൻ കഴിയണം. അങ്ങനെ പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. അടുത്ത ദിവസം ഗ്രാമത്തിലെ ആളുകൾ ക്ഷേത്രത്തിലെത്തി. അവിടെ ദിവസങ്ങളായി അണഞ്ഞു കിടന്നിരുന്ന വിളക്ക് ആരും തെളിയിക്കാതെ തന്നെ കത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ അരികിൽ ഒരു ചെറിയ പൂവുണ്ടായിരുന്നു. ആരും അതവിടെ വെച്ചിരുന്നില്ല. ആ പൂവ് കണ്ടപ്പോൾ ഗ്രാമത്തിലെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. അമ്മ അവരെ പരീക്ഷിക്കാൻ വന്നിരുന്നു. പക്ഷേ ഏറ്റവും വലിയ രഹസ്യം എന്തായിരുന്നു? ആ ദിവസം ദേവി ആദ്യം പോയ വലിയ വീട്ടിലെ സ്ത്രീ തൻ്റെ വാതിൽക്കൽ ഒരു ചെറിയ കല്ല് കണ്ടു. അതിലാരോ എഴുതി വെച്ചിരുന്നു, ഞാൻ വന്നപ്പോൾ നീ എന്നെ കണ്ടില്ല. ഇനി മുതൽ ഞാൻ വരുന്ന ഓരോ മനുഷ്യരിലും എന്നെ കാണാൻ പഠിക്കൂ. അന്നു മുതൽ ആ ഗ്രാമത്തിൽ ഒരു നിയമമുണ്ടായി. വിശക്കുന്ന ഒരാളെയും വെറും കൈയോടെ തിരിച്ചയക്കരുത്. സഹായം ചോദിക്കുന്ന ഒരാളെയും അപമാനിക്കരുത്. കാരണം അവൻ ആരാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ വാതിൽക്കൽ വരുന്നത് മനുഷ്യനായി വേഷമിട്ട ഒരു ദേവനോ ദേവിയോ ആയിരിക്കാം. കഥയിലെ സന്ദേശം: പാർവതി അമ്മയെ ക്ഷേത്രത്തിൽ മാത്രം അന്വേഷിക്കേണ്ടതില്ല. ഒരു അമ്മയുടെ കണ്ണീരിലും ഓരോ കുഞ്ഞിൻ്റെ വിശപ്പിലും ഓരോ വൃദ്ധൻ്റെ സഹായത്തിനായുള്ള വിളിയിലും അമ്മയുടെ സാന്നിധ്യം കാണാൻ ശ്രമിക്കൂ. അമ്മേ ദേവി പാർവതി, എൻ്റെ വീട്ടിലും മനസ്സിലും കരുണയുടെ വിളക്ക് തെളിയിക്കണമേ.
ഒരിക്കലും എൻ്റെ മനസ്സിലുള്ള വിളക്ക് അണയാതിരിക്കണമേ. എപ്പോഴും അവിടുത്തോടുള്ള ഭക്തി നിറഞ്ഞു തുളുമ്പേണമേ. ഈ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ കഥ അവസാനിക്കുന്നു. നാളെ മറ്റൊരു കഥയുമായി എത്താം. നന്ദി, നമസ്കാരം.